ഇന്ന് പകലിൽ സ്തോത്രം കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രകൃതി നമുക്ക് അനുകൂലമല്ലാതിരുന്നിട്ടും നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം പിന്നെയും ഒരു അവസരം കൂടി തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞാനൊരു വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് പാഠഭാഗമായി വായിച്ച അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 32 വരെയുള്ള വചനഭാഗത്തെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒരാണ്ട് വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 32 വരെയുള്ള തിരുവെഴുത്തുകളെ ഒരാണ്ട് ശബ്ദമുയർത്തി വായിച്ച് കേൾപ്പിക്കാമല്ലോ. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നല്ല വചനത്തിനായി കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ പഠിപ്പീര് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. കാരണം ഉപദേശത്തോടു കൂടി നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനാൽ എഴുതപ്പെട്ട ഈ ലേഖന പാഠഭാഗം നമ്മുടെ ജീവിതത്തിൽ അത് ദൈവിക വിടുതലും അനുഗ്രഹമായി തീരണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ന് പലരും ഈ ഉപദേശത്തിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം 24-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ഹാലേലൂയ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു: ആകയാൽ ഫോഴ്സ് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പി. നാം നമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ക്രിസ്ത്യാനിയെ, വിശ്വാസിയെ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ചില ദൈവമക്കൾ ഇന്ന് തമ്മിൽ ഐക്യതയില്ല, സ്നേഹമില്ല. പലപ്പോഴും കോപം ഉള്ളിൽ വെച്ചും കൊണ്ട് അവർ കാര്യങ്ങൾ സംസാരിക്കും. ആമേൻ. എന്നാൽ പൗലോസ് പറയുകയാണ്, സൂര്യൻ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിടുതന തടസ്സം നമ്മൾ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുന്നു. നിന്റെ ലൈഫിൽ ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ലൈഫിൽ ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അവൻ നിന്റെ കുടുംബത്തിൽ നൂണ് കിടക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ അന്തരീക്ഷത്തെ അവൻ മാറ്റിക്കളയും. അതുകൊണ്ടാണ് പൗലോസ് എഫെസ്യ സഭയോട് ഈ ദൂത് പ്രസ്താവിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു മാറ്റം വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറവാണ്. എവിടെയെങ്കിലും നീ ഒന്ന് താഴുവാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവാനുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാല ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തീരുമാനത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി ദൂത് കൈമാറുകയാണ്. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 40
43 വാക്യം വേഗത്തിൽ ഒരാൾ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 വാക്യം. ആമേ മൈക്കിൽ കൂടി ആമേ സ്തോത്രം ഒരാൾ വായിച്ചാട്ടെ, മൈക്കിൽ കൂടി വായിച്ചാട്ടെ. യെസ്. അശുദ്ധാത്മ മത്തായി 12:43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോയ ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോയ എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. ഹലോ ആമേൻ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ പിശാച് പറയുകയാണ് ഇതെന്റെ വീടാ. ആമേൻ. നമ്മുടെ പേരിൽ പട്ടയം പതിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് വർഷങ്ങളോളം പരദേശിയായി ഈ സ്ഥലത്ത് ദൈവമാക്കി വെച്ച ഈ സ്ഥലത്ത് ഞാൻ പരദേശിയായി പാർത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പുള്ളി വന്ന് പറയുകയാണ് ഇത് എന്റെ വീടാ. സ്തോത്ര ഹല്ലേലൂയ. എടാ, പിശാചിന്റെ വീടെന്ന് പറയുവാൻ ഇവൻ ആരധികാരം കൊടുത്തു? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസിയെ, നിന്റെ കുടുംബത്തെ തകർത്തു ഒതുക്കുവാൻ അവൻ നുഴഞ്ഞു കയറിയ സാത്താനെ ഇന്ന് പകൽ കരമടിച്ചവനെ പുറത്താക്കണം. മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടും, അവൻ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകും. നിന്റെ കുടുംബത്തിൽ പ്രശ്നമിട്ട്, നിന്റെ കുടുംബത്തിൽ ഞെരുക്കമിട്ട്, നിന്റെ തലമുറയോട് വാദിച്ച് നിന്റെ കുടുംബ ജീവിതത്തെ ശിഥിലമാക്കി നിന്റെ നന്മയെ മുരടിപ്പിച്ചിരിക്കുന്ന ചില പൈശാചികന്റെ അടിവേരുകൾ ഇന്ന് പകലിൽ അഴിയട്ടെ. വിശ്വാസം ഉറപ്പുള്ളവർ കരമടിച്ച ദൂതൊന്ന് സ്വീകരിക്ക്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറക്കുകയാണ്. നിന്റെ കുടുംബത്തെ തകർത്ത ശത്രുവിനെ എന്റെ ദൈവം കണ്ടു കഴിഞ്ഞു. ഹലോ, കഴിഞ്ഞ നാളുകളായി, വർഷങ്ങളായി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ പ്രിയപ്പെട്ടവനെ ചുറ്റിപ്പറ്റി നിന്റെ അന്തരീക്ഷത്തെ മാറ്റി നിന്റെ ആത്മീയതയെ വരെ നശിപ്പിച്ചുകൊണ്ട് മറഞ്ഞിരുന്ന ശത്രുവിനെ ദൈവം കണ്ടു കഴിഞ്ഞു. നീ കരമടിച്ച് ആ ദൂത് സ്വീകരിച്ചെന്ന് പ്രാർത്ഥിക്ക്. ചില കുടുംബങ്ങളിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാ. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹത്തോട് വെല്ലുവിളിച്ച് അപകടങ്ങൾ, കുരുക്കുകൾ, ആക്സിഡന്റുകൾ, നീ പോകുന്ന നിന്റെ പുറകിൽ മറപിടിച്ച് നിന്നെ തകർത്തുടച്ചു കളയുവാൻ വെല്ലുവിളിച്ചു വരുന്ന ചില പൈശാചിക വേദനകൾ ഇന്ന് പകലിൽ അഴിയട്ടെ. ഓ റബ ശദ ലബ റബ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിച്ച് ഇന്ന് പകൽക്കാല ദൂത് സ്വീകരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങള് പിശാച് ഇന്നു മുതൽ നിനക്ക് തകർക്കാൻ കഴിയത്തില്ല. ഹലോ, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തെ പിശാച് നിനക്കിന്നു മുതൽ തൊടാൻ കഴിയത്തില്ലടാ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ളവർ വാതുറന്ന് പറയണം, ഇന്നു മുതൽ നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. വിശ്വാസമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൂതൊന്ന് സ്വീകരിക്കേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവളെ ദൈവം കണ്ടു കഴിഞ്ഞു. ഉപവസിക്കുന്നവളെ ദൈവം കണ്ടു കഴിഞ്ഞു. കണ്ണുനീരൊഴുക്കി കരയുന്നവളെ ദൈവം കണ്ടു കഴിഞ്ഞു. കാലം പഴക്കമായി, വർഷങ്ങളായി ഒരനുഗ്രഹം പ്രാപിക്കാൻ പോലും കഴിയാതെ വന്ന് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ചില തകർച്ചകളെ, നിന്റെ കുടുംബത്തിൽ വരേണ്ട തലമുറയെ, നീ വളർത്തേണ്ട നിന്റെ കൊച്ചുമക്കളെ പിടിച്ചടക്കി വെച്ച ചില പോരുകൾ ദേശത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തി, ദേശത്തിൽ നിനക്ക് സ്വസ്ഥത വരാതെ വന്ന് നിന്റെ കണ്ണുനീര് നനയിപ്പിച്ച്, കണ്ണുനീര് കുടിപ്പിച്ച് ചില വർഷങ്ങളായി നിന്നെ ഒതുക്കി വെച്ച ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ തീരുമാനം ഇന്ന് പകൽക്കാലം ദൈവം നടത്തി തരാൻ പോകുന്നു. ഹലോ, പ്രാർത്ഥിക്കുന്നവരുടെ തീരുമാനത്തെ ദൈവം ഇന്നു മുതൽ സാക്ഷാത്കരിക്കുക, അവൻ നടത്തി തരാ. ദൈവം എന്നോട് പറയുന്നു, ഇന്ന് നിന്റെ വിടുതല ഈ സന്ദേശം കേട്ടുകൊണ്ട് എവിടെയൊക്കെ ദൈവമക്കൾ ആയിരിക്കുന്നുവോ, ഈ സന്ദേശം പറയുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ഒരു വിടുതൽ നടക്കട്ടെ. കരമടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചേ, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. നിങ്ങളുടെ നാവിൽ ദൈവം ചില അധികാരങ്ങൾ പകരാൻ പോകുകയാ. നീ വാ തുറന്ന് പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളെ ദൈവം നിന്റെ കൺമുന്നിൽ നിന്ന് മാറ്റിത്തരാൻ പോകുകയാ. നീ വാ തുറന്ന് പറയാൻ തുടങ്ങിയ യേശുവേ, കഴിഞ്ഞ നാളുകളായി ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ ഒഴുക്കിവിടുന്ന കണ്ണുനീര്, ഞാൻ നിന്റെ സന്നിധിയില. ഇന്ന് പകൽക്കാലം നിന്റെ ക്വാളിറ്റി നോക്കുന്നവനല്ല, നിന്റെ കളർ നോക്കി വിടുവിക്കുന്നവനല്ല, അവൻ നീ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് നോക്കി അനുഗ്രഹിക്കുന്നവനല്ല, അവൻ ജാതി മതം നോക്കുന്നവനല്ല. ഹൃദയത്തെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ തയ്യാറായ ഇന്നലകളിൽ വരെ നിന്റെ സ്വസ്ഥതയെ കെടുത്തി സമാധാനത്തെ ഇല്ലാതാക്കി അന്തരീക്ഷത്തെ മാറ്റിക്കളഞ്ഞ ചില പൈശാചിക മേഖലകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾ വിട്ട്, ചില സന്തതികളെ വിട്ട് അവൻ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹലോ, ആത്മാവിൽ ഒരു ദൂത് പറയാ. എല്ലാ ദൂതുകളും ദൈവീകതയല്ല, നല്ലതിനെ ദൈവമക്കൾ തിരിച്ചറിയണം. ഹലോ, എല്ലാ ദൂതുകളും ദൈവീകതയല്ല, നല്ലത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു തടസ്സം വിട്ടുമാറാതെ നിൽക്കണമെങ്കിൽ വേറൊരു പുള്ളി പറയുകയാ, ഇത് എന്റെ വീടാ, ഇത് എന്റെ വീടാ. എടാ, ഞാൻ പൈസ കൊടുത്ത് പണം കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ഓഫീസിൽ ഹല്ലേലൂയ പതിപ്പിച്ച് എന്റെ പേരിൽ പട്ടയം പിടിച്ച് ഞാൻ കരം തീർത്ത് ഞാൻ ആ സ്ഥലത്ത് വീട് വെച്ച് ഞാൻ പരദേശിയായി പാർക്കുമ്പോൾ വേറൊരു പുള്ളി വന്ന് പറയുക, ഇത് എന്റെ വീടെന്ന്. അവൻ ഈ വീട്ടിൽ കയറാൻ ആരോടാ ഇടം കൊടുത്ത്? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്റെ ജീവിതത്തിൽ സാത്താനെ വീട്ടിൽ പിടിച്ചു കയറ്റാൻ നീ ഇടം കൊടുത്തത് എന്താ? ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അവൻ ചിലതിനെ രോഗിയാക്കി മാറ്റും, ചിലതിനെ ഹല്ലേലൂയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ നിന്നെ തകർത്ത് കളയും. ആമേ സ്തോത്രം, ഹല്ലേലൂയ. വായിച്ച വാക്യം ഇങ്ങനെയാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, മത്തായി 12:43 വായിച്ചേ മൈക്കിൽ കൂടി. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ലതാനും. അലോ, എന്താ ഈ തണുപ്പ്? സ്തോത്രം, ഹല്ലേലൂയ. കാരണം പ്രാർത്ഥന വെച്ച്, ആരാധന വെച്ച് വീട്ടിൽ നിന്ന് ഉള്ളതെല്ലാം ഒരു ദൈവദാസൻ വന്ന് അടിച്ചു പുറത്തിറക്കി. ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. നമ്മളെയൊക്കെ അച്ചായന്മാരും അമ്മമാരും പറയുന്നുണ്ട്, ഇന്ന് വന്ന പാസ് നല്ല കൃപയുള്ള പാസ്റ്റാ. എന്തോ ഒരു വ്യത്യാസം ഉണ്ടടി അമ്മാമ, ഇന്നൊരു വ്യത്യാസമുണ്ട്. കുഞ്ഞ് 2ാമത്തെ നിലയിൽ റൂം വാതിൽ പൂട്ടി അവൾ അവിടെ പഠിക്കുമെന്ന് പറഞ്ഞ് അവൾ അനത്തിരിക്കുക. പക്ഷെ കുഞ്ഞും ഇന്ന് നമ്മളോടൊപ്പം ഇറങ്ങി വന്ന് ആരാധനയ്ക്ക് പങ്കെടുത്തടി. സ്തോത്രം. പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ, 5 പേരും കൂടി ആരാധനയ്ക്ക് ഒരു മനസ്സോടെ ഇരുന്നാൽ നിന്റെ കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്നവന് ദൈവം പുറത്താക്കും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോയ ശേഷം, അവനെ പുറത്താക്കിയ ശേഷം പിന്നെ പുറത്തുകൂടി തെക്ക് വശത്തും കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും കൂടി അവൻ തണുപ്പ് ചുറ്റി അന്വേഷിക്കുന്നു. ആമേൻ, സ്തോത്രം. കാരണം ഒരു പാസ്റ്റർ വന്ന് എന്നെ ഇറക്കി വിട്ടു, എനിക്കകത്ത് കയറാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത് എന്റെ വീടാ. ആമേ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാസ്റ്റർ വന്ന് എന്നെ പിടിച്ച് പുറത്തിറക്കി, എനിക്കിപ്പോ കയറാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വർഷങ്ങളോളം അവിടെ ഇരുന്ന് എന്ത് പരിപാടിയൊക്കെ ചെയ്തെന്നറിയണ്ടേ? സ്തോത്രം പറ. ഭാര്യയും ഭർത്താവിനെ തെറ്റിപ്പിച്ചു, തലമുറകളുടെ റൂട്ടിനെ തെറ്റിപ്പിച്ചു, മക്കൾക്ക് കിട്ടേണ്ട അർഹതയുള്ള ജോലിയെ ഞാൻ തടസ്സപ്പെടുത്തി, മക്കൾക്ക് നടക്കേണ്ട വിവാഹത്തെ ഞാൻ മുടക്കി. ഇപ്പം പ്രായം 32 കഴിഞ്ഞ് 35, 38 വരെ ആയിട്ടും വിവാഹം നടക്കുന്നില്ല. സ്തോത്രം പറ, ഹല്ലേലൂയ. ഇതൊക്കെ ഞാനാ ചെയ്തേ. പക്ഷേ ഏതോ ഒരു പാസ്റ്റർ വന്ന് എന്നെ ഇറക്കി വിട്ട് എനിക്കിപ്പം അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാൻ തണുപ്പ് പിടിച്ച് ചുറ്റി വടക്കേ വശം മതി കറങ്ങുന്നുണ്ട്. പക്ഷേ വീട്, ആ വീട്ടുകാർ
അടിച്ചു തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ഒന്ന് കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടി. ആമേ, ദൂതിന്റെ മുമ്പിൽ വീടടിച്ചു തൂത്തുവാരി അലങ്കരിക്കുക. ഇന്ന് പകൽക്കാലം നീ തയ്യാറുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയ സാക്ഷ്യം ആമേ നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും വല്ല ഹല്ലേലൂയ പിണക്കവും ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിച്ചോ, നിന്റെ വിടുതലില് ആമേ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറേ. ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് നല്ല ഫുഡും ഒക്കെ വരുത്തി, ബിരിയാണിയൊക്കെ വരുത്തി. കാരണം നല്ല ശുശ്രൂഷയാ വെളിപ്പെട്ടത്, സംഗതിയെല്ലാം നല്ലതാ. പക്ഷെ അന്ന് ഒരു 3 ദിവസം ഭയങ്കര തീപ്പൊരി പ്രാർത്ഥനയാണ്. വീട്ടുകാർ കംപ്ലീറ്റ് അടിച്ച് തൂത്തു വാരി അലങ്കരിച്ചങ്ങിടും. സ്വത്രം പറ. മറ്റേ പുള്ളി തണുപ്പ് പിടിച്ച് വടക്ക് വശവും തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, കയറാൻ പറ്റുന്നില്ല. കാരണം കറക്റ്റ് ടൈമിൽ പ്രാർത്ഥനയുണ്ട് വീട്ടിൽ. സ്വത്രം പറഞ്ഞേ, ഹല്ലേലൂയ, ആമേ സ്തോത്രം. വെളുപ്പാങ്കാലം എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കയറാമെന്ന് നോക്കുമ്പോൾ വെളുപ്പാങ്കാലം വന്ന് കയറാമെന്ന് നോക്കുമ്പോൾ ആ വീട്ടുകാരൻ കിടക്കുന്ന പായൽ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ പറയുകയാ, കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വീടല്ലേ. കരമടിച്ച്, കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വീടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു കേൾക്കണേ. ഇന്നലെ ഭൂമിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂമിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നാമോ എന്നാലോ നാമോ ഒരു നാൾ കൂടെ പ്രിയനേ. ഒരല്ലോ പറഞ്ഞേ, അച്ചായനിപ്പൊ പായ്ക്കകത്ത് കയറിയിരുന്ന് വെളുപ്പാങ്കാലം പാടുകയാ. മറ്റേ പുള്ളി തണുപ്പ് അന്വേഷിച്ചു വടക്കേ വശം വഴി നടക്കുക, കയറാൻ പറ്റുന്നില്ല. നിന്റെ പ്രാർത്ഥന മുറിഞ്ഞാൽ, നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ, തണുപ്പ് ചുറ്റി അന്വേഷിച്ച് നടക്കുന്നവൻ ആമേഹാല് നിന്റെ വീട്ടിന്റെ പുറകിലുണ്ട്. പക്ഷേ കുറെ നാള് ഈ ഇറങ്ങിപ്പോയ പുള്ളി തിരിച്ചു കയറാൻ നോക്കി, നടക്കുന്നില്ല. സ്തോത്രം. അപ്പൊ അവരൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇനി ആ വീട്ടില്, ശശിയുടെ വീട്ടില് ഞാൻ ഇനി ഒറ്റയ്ക്ക് തലകുത്തന നിന്നാലും ശശിയുടെ വീട്ടിൽ ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ സാത്താൻ ഒരു പരിപാടി ഇട്ടു, എന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ ചെന്ന് കൂട്ടുപിടിക്കാം. ഒന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. കാരണം പിശാച് വാക്തത്വം ഉള്ളതിനോടാ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് മറന്നു പോകരുത്. നിന്റെ തലമുറയുടെ ഭാവി ഇത്രയും വർഷം നീണ്ടുപോയെങ്കിൽ നിന്റെ തലമുറയുടെ ശരീരത്തിൽ ഓരോ പാടുകൾ കൊണ്ടുവച്ച്, സ്കിന്നിന്റെ പ്രോബ്ലമിട്ട്, ചൊറിച്ചിലിട്ട്, തലമുടി പൊഴിയുന്ന രോഗമിട്ട് നിന്റെ കുഞ്ഞിനെ വർഷങ്ങൾ കൊണ്ട് തകർത്ത് നിന്റെ വീട്ടിനകത്ത് ഒതുക്കി വെച്ചെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനിറങ്ങി സാത്താന്റെ അടിവേരിനെ കത്തിച്ച് ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരക്കകത്ത് വെളിപ്പെടാൻ പോകുകയാ. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ ദൂതങ്ങ് സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശക്തിയാൽ ഇന്നു മുതൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ എത്ര കയറി വന്നാൽ നിന്റെ വീട്ടിൽ നിന്റെ കോട്ട കടക്കാൻ പറ്റത്തില്ല. എന്റെ ശശി ചേട്ടാ, ഒരെണ്ണം പോയി കയറാൻ പറ്റുന്നില്ല. കാരണം വീട് അടിച്ച് തൂത്തുവാരി അലങ്കരിച്ചോണ്ടിരിക്കുക. വെളുപ്പാങ്കാലം പാട്ട്,
ഉച്ചയ്ക്ക് പ്രാർത്ഥന, വൈകുന്നേരം പാട്ട്, പ്രാർത്ഥന, വചന വായന, മുട്ടയിലിരുന്ന് കരയുക. സ്തോത്രം. കരയുക. എന്തിനാ, എങ്ങനെയാ കരയണമെന്ന് അറിയണ്ടേ? കർത്താവേ, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട നന്മ ഇന്നലകളിൽ ഒരു മദ്യഷാപ്പിൽ പോയി ഇന്നലെ വരെ ലോകത്തിൽ കൊടുത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞാൻ അധ്വാനിച്ചതും വിയർത്തുണ്ടാക്കിയതും പോയി. പക്ഷെ എൻ്റെ കുഞ്ഞിനൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. കാരണം സാത്താൻ അത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ ദൂത് എനിക്കുള്ളതാ. ആമേ, എൻ്റെ കുടുംബം അനുഭവിക്കേണ്ട ആ ദൈവിക നന്മയെ മറച്ചു വെച്ച് മറ്റൊരു റൂട്ടിലേക്ക് ഒഴുക്കിയെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട ഇടത്തുറങ്ങിച്ചെന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു ആരാധനയാൽ, ഒരു ശുശ്രൂഷയാൽ ഈ മീറ്റിംഗ് മാറുകയാ. കരമടിച്ചു വാതുറന്ന് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരമടിക്കാൻ പറയണ്ട. അഭിഷേകം പ്രാപിച്ചത് ഇതിനകത്തുണ്ടെങ്കിൽ നീ കരമടിച്ചു തുടങ്ങ, നീ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങ. കാരണം പിശാചിനെ തൊടാൻ പറ്റത്തില്ല. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ പുരക്കകത്ത് വിടുതലിറങ്ങുകയാ. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? ഞാനൊരു ദൂത് പറയാ. ചിലതിന്ന് വീട് വിട്ട് ഹാലിൽ ഇറങ്ങാൻ പോവുകയാ. കടിച്ചു തൂങ്ങിക്കിടന്ന ചിലത് നിന്നെ വിട്ട് ഇറങ്ങാൻ പോവുകയാ. ഇന്ന് പകലിൽ ഒന്ന് പോയപ്പോൾ 7 ആത്മാക്കളെ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറയേ. ആമേ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനോടാ പോരാട്ടമുള്ളത്, വിളിയുള്ളവനോടാ പോരാട്ടമുള്ളത്. മോശ വിളിയുള്ളവൻ. മോശ 30 ലക്ഷം ജനത്തിന്റെ മുമ്പ് നാളെ ലീഡറായി നിൽക്കേണ്ടവൻ. പക്ഷെ ഞാങ്ങണ പെട്ടകത്തിനകത്ത് ഒതുക്കിയിട്ട് അവനെ ആർക്കും ഒതുക്കാൻ പറ്റിയില്ല. 91-ാം ദിവസം രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തവൻ, കൊടുത്തവൻ, കൊട്ടാരത്തിൽ 40 വയസ്സ് വരെ വളർത്തിയെടുത്തവൻ എന്റെ ദൈവമാണെങ്കിൽ നീ കണ്ണുനീരുകൊണ്ട് വർഷങ്ങൾ കരഞ്ഞ വിഷയത്തിന്റെ മറുപടി എത്ര അകലെയിരുന്ന് ഏത് രാജ്യത്തിൽ ഇരുന്ന് ഈ ദൂത് നീ കേൾക്കുന്നുവോ, നിന്റെ കുടുംബത്തിൽ വന്ന ഭിന്നതകൾ, നിന്റെ സഹോദരന്മാർ, നിന്റെ സഹോദരിമാർ ഒരു വിഷയത്തിനും നിന്നെ ചേർത്ത് പിടിക്കാതെ വന്ന് നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആരാധിച്ചോ. ഒരുപക്ഷെ നിന്നെ ഒറ്റപ്പെടുത്തി നിന്റെ ഭർത്താവിനെ കുടുംബക്കാർ ചേർത്ത് പിടിച്ച് നിനക്കെതിരെ അടിച്ചുവിടുന്ന ചില ആരോപണങ്ങള്, ചില പരിഹാസങ്ങള്, ചില നിന്ദകള് ഇന്ന് പകലിൽ എന്റെ ദൈവം ഇതിനകത്ത് അടിക്കുകയോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ വെല്ലുവിളികൾ, ചില കുടുംബത്തിൽ വന്ന ചില പോരുകൾ, ചില കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തിനകത്ത് കയറി വരാൻ കഴിയാതെ നിന്നെ സങ്കടപ്പെടുത്തി, നിന്നെ നിരാശപ്പെടുത്തി, നിന്നെ കണ്ണുനീര് കുടിപ്പിച്ച് ഇന്നും നിന്നെ ഹല്ലേലൂയ ഒരു തട്ടിലാക്കി വെച്ച ചില ബന്ധനങ്ങളെ യേശു അടിച്ചുവിടുന്നു. കരമടിച്ചു ദൈവസന്നിധിയിൽ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ ഇന്ന് വരെ തകർത്തുകൊണ്ടിരുന്നവന്, നിന്റെ തലമുറയെ നാളുകൾ മുതൽ തകർത്തുകൊണ്ടിരുന്നവന് എന്റെ ദൈവം കണ്ടുകഴിഞ്ഞു. ദൈവം കണ്ടുപിടിച്ചു. ഇന്ന് പകൽക്കാല തീയാൽ കത്തിച്ച് നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ തരാൻ പോകുകയാ. ചിലരെ കണ്ടുപിടിച്ച് വചനം കൊണ്ട് കത്തിക്കും. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത, സമാധാനം, സന്തോഷം മടങ്ങി വരുന്നു. കരമടിച്ചോ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. എന്റെ പൊന്ന ബ്രദറെ, ഈ വീട്ടുകാരൻ എന്നാ ചെയ്യുന്നറിയാമോ? മറ്റേ പുള്ളി ഇറങ്ങിപ്പോയപ്പോ വീട് അടിച്ചു തൂത്തുവാരി. പിടികിട്ടിയില്ല? പിടികിട്ടിയോ? വേറൊരു പുള്ളിയാ വീട്ടിൽ കയറിയിരുന്നേ. ഇപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരു പാസ്റ്ററും വീട്ടുകാരും കൂടി സഹകരിച്ച് മറ്റേ പുള്ളിക്കാരനെ അടിച്ച് പുറത്താക്കി. സ്തോത്രം. എന്താ ഇച്ചിരി നേരത്തെ സാക്ഷ്യം കേട്ടെ? 10-12 വർഷം കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. സ്തോത്രം. പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളി എന്ത് ചെയ്തു?
കാലിൻ്റെ തുടയുടെ ഭാഗം വെച്ച് ആക്സിഡന്റിൽപ്പെടുത്തി മുറിച്ചിടാൻ നോക്കി. കാരണം തമ്പുരാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൂതനെ വിട്ടിരുന്നു. ഇവൻ അതാ പറഞ്ഞ് ഇറങ്ങിപ്പോയവൻ തണുപ്പ് ചുറ്റി പുറത്തു നിൽക്കും. പക്ഷെ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയാൽ നീ അറിയാതെ ചില കുരുക്കുകൾ നിനക്ക് വന്നു വീഴും. ആമേൻ. നീ അറിയാതെ ചില കുരുക്ക്, പിന്നെ ആ കുരുക്കിനകത്ത് നീ വീണാൽ നിനക്ക് കയറി വരാൻ പറ്റത്തില്ല. സ്തോത്രം പറ, സ്തോത്രം പറ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ചില വിഷയങ്ങൾ ഞാൻ പറയാ. ഒരു സ്ത്രീ ഒരു പുരുഷനെ അവിഹിതമായി സ്നേഹിച്ചാൽ അവളെ മരണം വരെ വില കൊടുക്കും. പക്ഷേ പുരുഷൻ അങ്ങനെയല്ല. അവന് വേറൊരു ചാൻസ് കിട്ടിയാൽ ഇവൻ ഇവിടെ നിന്ന് വേറെ തട്ടിച്ചാടും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളോട് എനിക്ക് ദൂത് പറയാ. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, പ്രിയ യൗവനക്കാരിയെ, മാതാപിതാക്കളുടെ വാക്ക് കേട്ട് നീ വഴിതെറ്റിപ്പോയെങ്കിൽ ലോകത്തിലെ ഓഫറിന്റെ മുമ്പിൽ, ലോകത്തിന്റെ നന്മയുടെ മുമ്പിൽ നിന്റെ മുമ്പിൽ കയ്യും വെച്ച് നീട്ടു. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് നീ നല്ലൊരു കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി, നിന്നെ സാത്താൻ നൂണ് കടന്ന് നിന്റെ മനസ്സിനകത്ത് കയറി നിന്നെ തെറ്റിപ്പിച്ച് അതുമില്ല ഇതുമില്ലാതെ നിന്നെ ആത്മഹത്യയിലേക്ക് ഒരൊറ്റ കയറിൽ നിൽക്കത്തക്ക രീതിയിൽ അവൻ മറിഞ്ഞ് പ്രവർത്തിക്കും. അവനെയാണ് പുറത്തേക്കേണ്ടത്. അവനെ എന്റെ ദൈവം കണ്ടു കഴിഞ്ഞു. ചില കുടുംബങ്ങളിൽ നിന്ന്, ചില തലമുറകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം വിട്ടിറങ്ങുകയാ. കരമടിക്കാൻ കഴിയുന്നുള്ളവർ ഇന്ന് പകൽ കരമടിച്ച് മാനസികമായി നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, മാനസികമായി നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ എന്റെ സങ്കടം ആരോട് പറയോ, എന്റെ വിഷമം ഞാൻ ആരോട് പറയോ എന്ന് തന്നെത്താനെ ചോദിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന സഹോദരി, സ്നേഹിത, യേശു നിന്റെ അരികിൽ വരുന്നുണ്ട്. ഈ പുള്ളി എന്നാ ചെയ്യുന്നറിയോ? ആ ഇരുന്ന സാത്താൻ ഇറങ്ങിപ്പോയപ്പോൾ വീട്ടുകാരൻ വീട് അടിച്ചു തൂത്തുവാരി അലങ്കരിച്ചിട്ടു. ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, നിന്റെ വീട് ഇന്ന് മുതൽ അടിച്ചു തൂത്തുവാരി അലങ്കരിച്ചിടണം. അമ്മയും മോളും ആണെങ്കിൽ ഒന്ന് കൈകൊട്. അമ്മായി അമ്മയും മരുമോളും ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊട്. സ്വോത്രം. കുടയാൻ വല്ലതുണ്ടെങ്കിൽ കുടഞ്ഞുകളെ പോട്ടെ, വെച്ചോണ്ടിരിക്കരുത്. ഈ കുടയാതെ വെച്ചോണ്ടിരുന്ന കുഴപ്പമോ, അതെവിടെയെങ്കിലും കയറി കൊരിക്കും. ചിലർ കുടഞ്ഞു കളയത്തില്ല, പൊതിഞ്ഞു വെച്ചോളും. പൊതിഞ്ഞു വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ടാ പണി തുടങ്ങുന്നേ. സ്വോത്രം പറ. കാരണം ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒരു കേട്ട് കേൾവി വന്നാൽ അവിടെ നിന്ന് പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ കേട്ടിട്ട് വീട്ടിൽ വന്നിട്ടാണ് കുടയുന്നത്. വീട്ടിൽ വന്നിട്ട് കുടഞ്ഞിട്ട് അവരുടെ റൂമുകളിൽ കയറിയിട്ട് പിന്നെ സംഗതി 36 തിരിയും. 3 അങ്ങോട്ടും 6 ഇങ്ങോട്ടും. അന്നത്തെ ദിവസം പോയി. സ്വോത്രം പറ. പിന്നെ കിടന്ന് അന്യഭാഷയും പിന്നെ കിടന്ന് അലറിയിട്ട് ഒച്ച വെച്ചിട്ട് കാര്യമുണ്ടോ? എടാ, വീട് അടിച്ചു വാരി ഇട്ടിരിക്കുക വീട്ടുകാരൻ. സ്തോത്രം. അല്ലല്ലേ? കാരണം തിരിച്ചവ പുള്ളിക്ക് കയറാൻ നീ ഇടം കൊടുക്കരുത്. കാരണം ചിലത് ദൈവം എന്നോട് പറയുന്നു, ചില വീട് വിട്ട് ഇറങ്ങിയാൽ നിന്റെ വീട്ടിനകത്ത് നന്മ വരാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ചിലരുടെ ജീവിതങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില കുടുംബ ജീവിതങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ആ ജോലി, നഷ്ടപ്പെട്ടു പോയ ആ നന്മ ദൈവം കൊണ്ട് തരാൻ പോകുകയാ. നിന്നെ മാനസികമായി തളർത്തി ഇല്ലാത്ത ഓഫറുകൾ നിനക്ക് തന്ന് ചില കുരുക്കിനകത്ത് കുരുക്കിയിട്ടിരിക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ പോട്ടെ. കരമടിച്ച് ചില രോഗങ്ങൾ സൗഖ്യമാകുക, ചിലരുടെ ശ്വാസമുട്ടലുകൾ സൗഖ്യമാകുക, ഇന്ന് പകൽ നടുവേദനകൾ സൗഖ്യമാകുക. കാരണം വേറൊരു പുള്ളി ഇറങ്ങിക്കഴിഞ്ഞു. വേറൊരു പുള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ചരിത്രം മാറുകയാണ്. നീ രഹസ്യമായി കൊണ്ടു നടക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദൂത് കേട്ടിരിക്കുന്ന ഈ സഹോദരി, നിന്റെ ഉദരഭാഗത്ത് നിന്റെ അടിവയറുമായി കണക്ട് ചെയ്ത് വരിഞ്ഞു കെട്ടുന്ന നാഗം വരിഞ്ഞു കെട്ടുന്നത് പോലെ അടിച്ച വേദനയിട്ട് ചില സമയങ്ങളിൽ നിനക്ക് നിവർന്നിരിക്കാൻ പോലും കഴിയാതെ വന്ന് നീ കണ്ണുനീരൊഴുകി പൊട്ടിക്കരയുന്ന ആ രോഗാത്മശക്തിയെ യേശു കണ്ടു കഴിഞ്ഞു. ഇന്ന് പകല ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോവുകയാ. ചിലരുടെ ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ, ചിലരുടെ ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ, രക്തസ്രാവങ്ങൾ സൗഖ്യമാകട്ടെ, നടുവേദനകൾ സൗഖ്യമാകട്ടെ. ഒരു വലിയ ഹീലിംഗ്. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. അടുത്ത ദൂത് ബ്രദറേ, ഇറങ്ങിപ്പോയവൻ ഒരാളാ.
ഒരുത്തൻ ഇറങ്ങി, അവന് തിരിച്ചാ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. അവൻ ചെന്ന് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. വായിച്ച ആള് നേരത്തെ ഒന്ന് വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. 44 മുതൽ 5 താഴോട്ടൊന്ന് വായിച്ചേ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. വല്ലതും പിടികിട്ടിയോ? ഈ വിട്ടിറങ്ങിയവൻ, പുറത്തിറങ്ങിപ്പോയവൻ വീണ്ടും തിരിച്ചു കയറി. എങ്ങനെ കയറിയ? ഞാൻ പറഞ്ഞ സംഖ്യയായിരുന്നു 36. സ്വത്രം പറഞ്ഞില്ല. ഇല്ലാത്ത അപവാദങ്ങൾ ഒന്നുകൂടി ഇരട്ടിയായി പറഞ്ഞ് അവൻ സൃഷ്ടിപ്പിച്ച് പലരെ വിശ്വസിപ്പിച്ച് ഓരോരുത്തരെയും തെറ്റിപ്പിച്ച് അവൻ നിന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവളെ നിന്നിൽ നിന്നും അകറ്റി മാറ്റി അവൻ നിന്റെ കുടുംബത്തിൽ ഒന്ന് പോയെങ്കിൽ അവൻ കയ്യേലെ ഇങ്ങനെ പിടിച്ച് പുറകെ തൊട്ട് 7 കൂട്ടിക്കൊണ്ട് വീട്ടിനകത്ത് വന്ന് കയറി. ആമേൻ. പുറത്തിറങ്ങിയ ചിലത് തിരിച്ച് വീട്ടിൽ കയറും. അതിനെന്റെ ദൈവജനം ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. സാത്താൻ ഇടം കൊടുക്കരുത്. ഈ വചനം സ്വീകരിക്കേ. നീ സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയത്തിനകത്ത്, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ആത്മസാന്നിധ്യം നോയട്ടെ. അവൻ ചില പുണ്യാത്മാക്കൾ ചലിച്ചു പുറത്തു പോകും. ചില പുണ്യാത്മാക്കൾ ചലിച്ചു പുറത്തു പോകും. യേശുവിന്റെ ഭാവത്തിൽ പാവൻ 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 നിന്റെ മുന്നിൽ പറയാൻ പിശാച് വിളിച്ചു. പലപ്പോഴും ഹല്ലേലൂയ. നിന്റെ ഭാഗ്യത്തിന് ഹല്ലേലൂയ. നിന്റെ നന്മയ്ക്കെതിരെ ഹല്ലേലൂയ. നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബത്തിനെ പൊളിച്ചടിച്ചു. ഒരു സമാധാനം പോലും ലഭിക്കാതെ വന്ന, ഒരു സ്വസ്ഥത പോലും ഇല്ലാതെ വന്ന, അത് നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഒരു വീട്ടിനകത്ത് നിന്ന് വരുന്ന ചില ശോഭകൾ, നിനക്ക് സഹിക്കാൻ കഴിയാത്ത വേദന, ഭാരം പ്രതികരിക്കാൻ കഴിയാതെ വന്ന, ആരോടും പറയാതെ ഒരു പൊട്ടിയെ പോലെ നീ നടക്കുന്നവളാ. ഇന്ന് പോലെ ആത്മാവത്തെ കാണിക്കുന്നു. നീ സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക സൗദി. കരമടിച്ച് എല്ലാ ദൈവമക്കളും ആരാധിച്ച്, എല്ലാവരും ഒന്ന് ആരാധിച്ച് ആകെ ഹല്ലേലൂയ. വാഴ്ത്തത്തോടെ നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. സൗദി ഒരു ദൂത് പറയുന്നു. നിന്നെ കാണാൻ അത്യാവശ്യം നീ ഗ്ലാമറും ഭംഗിയുള്ളവളാ. നീ ഈ പ്രസരിച്ച് വീട് വിട്ട് പുറത്തിറങ്ങിയ നീ ആള് ഹാപ്പിയാ. പക്ഷെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നിനക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. മരിക്കണമെന്ന് പറഞ്ഞ് നീ പലതവണ ടെൻഡൻസി എടുത്ത് ഇനി എനിക്ക് ജീവിക്കുന്ന മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ പലപ്പോഴും നീ തീരുമാനമെടുത്ത്. പക്ഷേ ദൈവത്തിൽ നിന്നെ കുറിച്ച് വ്യത്യാസമുണ്ട്. അവൻ എല്ലാവരുടെ മുമ്പിൽ നീ വെളുത്ത മുമ്പ് ചിരിച്ച് നീ സന്തോഷവതിയായിരിക്കുന്നു. എന്നാൽ നിന്റെ ഹൃദയത്തിനകത്തേറ്റ ചില മുറിവുകൾ ഇന്ന് പലക്കാലം ദൈവം തുടച്ചു മാറ്റുകയാ. വായ്പുള്ളതിനെ മടക്കാൻ പറ്റത്തില്ല. അകത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന് വേണ്ടപ്പെട്ടവനാ, നീ ദൈവത്തിന് വാഗ്ദത്തമുള്ളവനാ. നിന്റെ ശരീരത്തിൽ കത്തിനേൽപ്പിക്കുക, നിന്റെ ശരീരത്തിൽ സർജറിയേൽപ്പിക്കുക. പിശാച് കഴിഞ്ഞ ദിവസം പോരാടി എന്ന ദൈവം വിട്ടുവീഴത്തില്ല. ഇറങ്ങിപ്പോയവൻ 7 കുട്ടി വീട്ടിനകത്ത് വന്നു നിൽക്കുകയാ. ഈ ദൂത് പറയുമ്പോൾ തന്നെ ഇന്നലെ നടക്കാത്ത, ഇന്നലെ സംഭവിക്കാത്ത ചില ദൈവിക വിടുതലുകൾ ഇന്ന് പലക്കാലം ഈ കുടുംബത്തിൽ, ഈ സഭയിൽ വെളിപ്പെടട്ടെ. കരമടിച്ചു കർത്താവിന്റെ സ്വന്തം ചെയ്യും. കരമടിച്ചു കർത്താവിന്റെ സ്വന്തം ചെയ്യും. കരമടിച്ചു കർത്താവിന്റെ സ്വന്തം ചെയ്യും. നിന്റെ ജീവിതത്തിൽ നിന്ന് ചേർത്ത് അകന്നു പോവുക. നിന്റെ ജീവിതത്തിൽ നിന്ന് ചേർത്ത് അകന്നു പോവുക. വിശാലി ഇടം കൊടുക്കരുത്. വിശാലി ഇടം കൊടുക്കരുത്. അവനെ ഹല്ലേലൂയ. വിശാലിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. 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 വിശാലിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവരെ ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്
ദൈവവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും വരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോടോ അപ്പനോടോ ഭർത്താവിനോടോ നിങ്ങൾക്ക് വിശേഷാൽ എന്തെങ്കിലും കോപമുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ ഒരുമിച്ച് പോകാൻ തയ്യാറാകണം. ചില കുടുംബങ്ങളെ, കുടുംബജീവിതങ്ങളെ, ചിലരുടെ ഭാവികളെ, ചിലരുടെ വിദ്യാഭ്യാസത്തെ, ചിലരുടെ ആത്മീയ നന്മകളെ പിശാച് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം അതിനെ തുറന്നിരിക്കുകയാ. എത്ര പേർക്ക് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു പിടികൾ വ്യാപരിക്കാൻ പോകുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹല്ലേലൂയ. അവർ ഒരുമിച്ച് എല്ലാവരും മുന്നോട്ട് വന്നാട്ടെ. എല്ലാവരും വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടുമായി ആരാധിക്കാൻ പോകുക. എല്ലാവരും മുന്നോട്ട് കയറി വന്നാട്ടെ. ഏറ്റവും പുറകിൽ നിൽക്കുന്നവർ, കുഞ്ഞു കൈയുള്ളവർ കുഞ്ഞുമായിട്ട് മുമ്പിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ അവിടെ നിന്നാൽ ഒരു വിടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ആമേശ്വരം മടങ്ങി വീഴുമെന്ന് പറഞ്ഞ ആരും മേടിക്കേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവൻ ഇന്ന് ഒരു സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരാൻ പോവുക. അവൻ മുമ്പോട്ട് അവൻ കയ്യിൽ വന്ന് പിടിച്ചോണ്ട് മുമ്പോട്ട് ആരും വരത്തില്ല. പക്ഷെ മുമ്പിൽ നിൽക്കുന്നവർക്ക് വിടുതല്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം മുമ്പിൽ നിൽക്കുന്നവർ പ്രാപിച്ചിട്ടേ പുറകോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. കരമടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്. കരങ്ങളെ അടിച്ച് പാരമ്പര്യമായി ജനിക്കപ്പെട്ട അനുഭവങ്ങൾ, ആവിയായ കർമ്മങ്ങൾ, ചിത്രപ്രയോഗങ്ങൾ, അപ്പോൾ സേവിച്ചു വന്ന ഈ ഗുണമനുഗ്രഹ ശക്തികൾ
യേശുവിന്റെ നാമത്തിലാണ് നിന്റെ ശരീരത്തിൽ മറയുന്ന ചില രോഗശക്തികൾ, അത് രോഗമല്ല കേട്ടോ, ഒരു പൈശാചിക ബാധയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളാണ് നിന്റെ ശരീരത്തെ തകർത്ത് കിഴിച്ചിട്ട് വേദനയിട്ട് പോരാടി ചില മണ്ഡലങ്ങൾ ഈ മണ്ണിലത്തെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം വിട്ടിറങ്ങി പേരുകൾ തിരിച്ചു കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരെ കത്തിക്കേണ്ട അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒരു തീരിനെ കുടിക്കുന്നു, ഒരു തീർ അഭിഷേകത്തിന്റെ തോന്നുന്നു. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീ. ഇതാകുന്നു പൗലോസിന്റെ പഠിപ്പീര്. പിശാചിന് ഇടം കൊടുക്കരുത്. എല്ലാ കണ്ണുകളും ദൈവസേനയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസേനയിൽ പ്രാർത്ഥിക്കേ. കർത്താവേ, വർഷങ്ങളോട് ഞാൻ കണ്ണിലൊഴുകി കരഞ്ഞ ചില വിഷയങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, എന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് ദൈവം അയച്ച ദൈവിക വിടുതൽ നീ വിശ്വസിക്കണം കേട്ടോ. ഈ ദൂത് നീ വിശ്വസിക്കണം. ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ച് ബന്ധന അടിഞ്ഞില്ല എന്ന് പറഞ്ഞ് അടുത്ത ആളെ വിളിച്ച് നീ പ്രാർത്ഥിക്കാൻ പോകരുത്. വിശ്വാസിയെ നീ വിശ്വസിക്കണം. ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെന്റെ വിടുതല. നീ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ നിനക്ക് വിടുതലുള്ളൂ. നീ ദൂതിന്റെ പുറകെ പോകരുത്, പ്രവചനത്തിന്റെ പുറകെ പോകരുത്, വിശ്വാസത്തിന്റെ പുറകിൽ നിൽക്കുക. സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ശ്രേഷ്ഠമേറിയ ഈ നല്ലൊരു ആരാധന, നല്ലൊരു വചന ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ കൈനീട്ടി അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയുടെ കർത്താവിന് കൈയുയർത്തി മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.